നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. 1947 സ്വാതന്ത്ര്യലബ്ധി. അഖണ്ഡ ഭാരതം ഇന്ത്യയും പാകിസ്ഥാനുമായി കീറിമുറിക്കപ്പെട്ടപ്പോൾ അഭയാർത്ഥികളായ ആയിരങ്ങൾക്ക് അഭയമായ ഭൂമിയാണ് കച്ച്. ദാരിദ്ര്യവും സാമൂഹ്യ ഉച്ചനീചത്വങ്ങളും നടമാടിയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വിദ്യാസമ്പന്നരായ അനേകം മലയാളികൾ തൊഴിൽ തേടി കച്ചിലും എത്തി. സമാന ചിന്താഗതിക്കാരായ ചില മാർത്തോമ യുവാക്കളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. തികഞ്ഞ മാർത്തോമ വിശ്വാസികളായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ദേവാലയം പണിയുന്നതിനെപ്പറ്റി ചിന്തിച്ചു. ശ്രീ ലാലു തോമസ്, ശ്രീ PV ദാനിയൽ, ശ്രീ MD തോമസ്, ശ്രീ PK കോശി എന്നിവരായിരുന്നു അവർ. അങ്ങനെ അവർ തങ്ങളുടെ ആവശ്യം സഭയെ അറിയിച്ചു. ഗാന്ധിധാമിലെ വിശ്വാസികളുടെ ആവശ്യം അവർ അഭിവന്യ യൂഹാനോൻ മാർത്തോമ തിരുമനസിനോട് ആരായുകയും തിരുമേനി റവറൻ KV വർക്കിയച്ചനെ ഗാന്ധിധാമിലെ വിസിറ്റിംഗ് പ്രീസ്റ്റായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ 1964 നവംബർ 29 ഗാന്ധിധാമിലെ ആദ്യകാല വിശ്വാസികളുടെ പ്രയത്നം വെളിച്ചം കണ്ടു. ബഹുമാനപ്പെട്ട KV വർക്കിയച്ചന് ശേഷം റവറൻ MB യോഹന്നാനും പിന്നീട് റവറൻ ജോർജ് വർഗീസ് റാന്നിയും നമ്മുടെ വികാരിമാരായി. തുടർന്ന് 1977 ജനുവരിയിൽ ആരാധ്യനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1977 റവറൻ ജോൺ അബ്രഹാം അച്ഛൻ്റെ നേതൃത്വത്തിൽ ദേവാലയ നിർമ്മിതി ആരംഭിച്ചു. 29/1/78 നമ്മുടെ ഈ ദേവാലയത്തിൽ ആദ്യത്തെ കുർബാന അർപ്പിക്കപ്പെട്ടത് നമ്മുടെ ഇടവക ചരിത്രത്തിലെ നാഴികക്കല്ലായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇടവകയുടെ അംഗസംഖ്യ പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ വിദ്യാസമ്പന്നർ കച്ചിലേക്ക് തൊഴിൽ തേടിയെത്തി. വിശേഷ ദിവസങ്ങളിൽ ദേവാലയം നിറഞ്ഞു കവിഞ്ഞു. താമസം വിന പള്ളി പുതുക്കി പണിയുന്നതിനെപ്പറ്റി കൈസ്ഥാന സമിതി ആലോചിച്ചു തുടങ്ങി. 16/11/97 ബഹുമാനപ്പെട്ട ഐസക് മാർ പിലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ ധനശേഖരണം നമ്മുടെ ഇടവക ജനങ്ങൾക്ക് അപ്രാപ്യമായ ഒന്നായിരുന്നു. അപ്പോഴാണ് ആ ദുരന്തത്തിൻ്റെ വരവ്. 1998 ജൂൺ 9 കണ്ണയിലും സമീപ പ്രദേശങ്ങളിലും ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അനേകായിരങ്ങളെ അന്ന് കടൽ വിഴുങ്ങി. ഭാഗ്യം കൊണ്ട് മാത്രം നമ്മുടെ ഇടവകയിലുള്ളവർക്ക് ആർക്കും ജീവൻ നഷ്ടമായില്ല. ഇടവക ജനങ്ങളും സഭാപ്രതിനിധികളും ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. സൈക്ലോൺ അല്പം ശ്രദ്ധ കവർന്നെടുത്തു എങ്കിലും ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റി ഇടവക ജനങ്ങൾ വീണ്ടും ചിന്തിച്ചു തുടങ്ങി. ഇടവക ജനങ്ങളുടെ നിസ്വാർത്ഥമായ സാമ്പത്തിക സഹായങ്ങൾ കൂടിയായപ്പോൾ മനോഹരമായ ഈ പുതിയ ദേവാലയം പണി കഴിക്കപ്പെട്ടു. അങ്ങനെ കാലം 21ാം നൂറ്റാണ്ടിലേക്ക് പദമൂന്നുമ്പോൾ പുതിയ ദേവാലയമായി ഗാന്ധിധാം മാർത്തോമ സിറിയൻ ചർച്ച് തല ഉയർത്തി നിന്നു. 2000 നവംബർ 25 പുതിയ ദേവാലയത്തിന് ആദ്യ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഗാന്ധിധാമിലെ ഓരോ മാർത്തോമാക്കാരൻ്റെയും ചുണ്ടിൽ ചിരിയുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. 2001 ജനുവരി 26 കച്ചിനെ കശക്കിയെറിഞ്ഞ കറുത്തവള്ളി. റിപ്പബ്ലിക് ഡേയുടെ സന്തോഷവും അവധിയുടെ ആഘോഷവുമൊക്കെ ആകേണ്ടിയിരുന്ന ജനുവരി 26 കച്ചിൻ്റെ ഭൂപ്രതലം താണ്ഡവ നൃത്തം ചെയ്തപ്പോൾ പൊലിഞ്ഞുപോയത് 10,000ങ്ങളുടെ ജീവനായിരുന്നു. അനേകായിരങ്ങളുടെ ജീവനും സ്വത്തും അപഹരിച്ച ആ ദുരന്തത്തിൽ അനേകം കുട്ടികൾ അനാഥരായി. അനേകം സ്ത്രീകൾ വിധവകളായി. നമ്മുടെ ഒരു കുടുംബത്തെ കൈപ്പിടിയിലൊതുക്കിയ ഭൂകമ്പം നമ്മുടെ മനസ്സുകളിൽ തീർത്ത വടുക്കൾ മായുന്നവയല്ല. കരളലിയിക്കുന്ന ഭൂകമ്പത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ ഒരു ദശകത്തിനപ്പുറം ഇന്നും നമ്മെ കണ്ണീരണിയിക്കും. ഭൂകമ്പത്തിൽ നമ്മുടെ ചിരകാല സ്വപ്നമായിരുന്ന നമ്മുടെ പുതിയ ദേവാലയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. നമ്മുടെ അഭിവന്യ പിതാക്കന്മാരുടെയും സഭയുടെയും സഹായ സഹകരണത്തോടുകൂടി നമ്മുടെ ദേവാലയം പുനർനിർമ്മിച്ചു. 2001 ഡിസംബർ 17 പുതിയ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ അഭിവന്യ ജോസഫ് മാർ ബർണമാസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നു. ഭൂകമ്പത്തെ തുടർന്ന് തകർന്നടിഞ്ഞ കച്ചിൻ്റെ മണ്ണിലേക്ക് അനേകം സാമുദായിക രാഷ്ട്രീയ സംഘടനകളെത്തി.
സഭയായി ഭുജിനടുത്ത് സരസ്പർ എന്ന ഗ്രാമത്തെ പുനർനിർമ്മിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ നമ്മുടെ ഇടവകാംഗങ്ങൾ അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു എന്നത് നമ്മുടെ സേവന തൽപരതയുടെ മകുടോദാഹരണങ്ങളാണ്. സഭയായി ഏറ്റെടുത്ത സരസ്പറിൽ അനേകം ഭവനങ്ങൾ പണിതു, ഗ്രാമവാസികളെ തൊഴിലുകൾ പഠിപ്പിച്ചു, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു. ഭൂകമ്പാനുബന്ധ സേവന പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ബ്ലൈസ് അച്ഛൻ നേതൃത്വം നൽകി. ഭൂകമ്പാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ നമ്മുടെ പിതാക്കന്മാരായ അഭിവന്യ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം, പിതാവായ ഐസക് മാർ പീലക്സിനോസ്, പിതാവായിട്ടുള്ള ജോസഫ് മാർ ബർണബാസ് തിരുമേനിയും ഒരുമിച്ചെത്തിയത് നമ്മുടെ ഇടവക ജനങ്ങൾക്ക് ഉണർവും കൗതുകവും പകർന്നു. സേവന കാര്യത്തിൽ ഗാന്ധിധാംവാസികൾ എന്നും മുൻപന്തിയിലാണ്. ഭൂകമ്പത്തിലും സൈക്ലോണിലും മാത്രമല്ല, കച്ചിൻ്റെ ക്ഷാമബാധിത മേഖലകൾ നാം സന്ദർശിച്ചു. 2005 ദക്ഷിണേന്ത്യയെ സുനാമി ഒഴുങ്ങിയപ്പോൾ അവിടെയും നാം സഹായഹസ്തവുമായി എത്തി. മാർത്തോമ റിലീഫ് സർവീസിൻ്റെ പേരിൽ നമ്മുടെ സഹായങ്ങൾ കോളം വരെ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ സ്നേഹിച്ചും സേവിച്ചും കഴിഞ്ഞ 50 ആണ്ടുകൾ. സാമൂഹ്യ സേവനം സുവിശേഷത്തിൻ്റെ ഭാഗമാണെന്നും അതിന് ഒരു സ്കൂൾ ആരംഭിക്കണമെന്നും ആദ്യം നിർദ്ദേശിച്ചത് അഭിവന്യ ജോസഫ് ബർണബാസ് തിരുമേനിയാണ്. 2007 ഗുഡ് ഷെപ്പേർഡ് എന്ന പേരിൽ ഒരു നഴ്സറി സ്കൂൾ നാം ആരംഭിച്ചു. പിന്നീട് സെൻറ് തോമസ് സ്കൂളിൽ എന്ന് നാമകരണം ചെയ്ത നമ്മുടെ സ്കൂൾ ഇന്ന് ശൈശവവും ബാല്യവും കടന്ന് കൗമാരത്തിലെത്തിയിരിക്കുന്നു. CBSE സിലബസ് പിന്തുടരുന്ന നമ്മുടെ സെൻറ് തോമസ് സ്കൂൾ ഗാന്ധിധാമിലെ ഒരു മികച്ച സ്കൂൾ ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആത്മീയതയുടെയും സേവനത്തിൻ്റെയും 50 വർഷം പിന്നിട്ട ഈ ജൂബിലി വർഷത്തിന് രൂപകൽപ്പന നടത്തിയത് ബഹുമാനപ്പെട്ട KA ജോസ് അച്ഛനാണ്. 2013 ഡിസംബർ 8 നമ്മുടെ ജൂബിലി ആഘോഷം ഭദ്രാസനദേവനായ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. അന്നു മുതൽ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരു പടയൊരുക്കമായിരുന്നു എന്ന് പറയാം. വികസനവും സേവനവും ഇരുകരങ്ങളിലും ചേർത്ത് പിടിച്ച് നാം മുമ്പോട്ട് ചരിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ ചരിത്രങ്ങൾ ഏറെ ബാക്കിയാണ്.